ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ജിമ്മിൽ പോകാനുള്ള തിരക്കിലാണ്. രാവിലെ തന്നെ നമ്മളെ രുദ്രകുട്ടി എഴുന്നേറ്റ് സുലയെ വിളിക്കുന്നുണ്ട്. സുല അവർക്ക് ഉറക്കമില്ല കേട്ടോ. അവർ അപ്പുറത്തെ റൂമിലാണ്, ഞാൻ ഇപ്പുറത്തെ റൂമിൽ. രാത്രിയൊന്നും കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല രുദ്ര. ഇപ്പോഴും രുദ്ര ഉണർന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തള്ളയെ കിടക്കാൻ സമ്മതിക്കാത്ത എന്ത്? ഈ തള്ളയെ കിടക്കാൻ സമ്മതിക്കാത്ത എന്തൊരു പെണ്ണേ നീ? ആളെ നിനക്ക് ഉറങ്ങിക്കൂടെ? അമ്മയ്ക്ക് വയ്യ, അമ്മയത്ത് കിടക്കട്ട്. പാല് ഒതിച്ച് രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല പുള്ളിക്കാരി. അപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോട്ടെ. ഇന്ന് ലെഗ് ഡേ ആണ് കേട്ടോ. ഇന്ന് കാലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ജിമ്മിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ മഴച്ചാറ്റലുണ്ട് കേട്ടോ. ജിമ്മിലോട്ട് കയറട്ടെ. എന്നാലും ജിമ്മിൽ നമ്മുടെ ഒരു ചേട്ടൻ രാവിലെ വരും, പുള്ളിക്കാരുണ്ട്. അപ്പോൾ ഞാനും പുള്ളിക്കാരനാണ് ഇപ്പോൾ രാവിലെ കാണുന്നത്. ഇനിയിപ്പോൾ ഉടനെ പിള്ളേരെല്ലാം വരും. ഇന്ന് ലെഗാണ്. വർക്കൗട്ട് തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം ലെഗ് എക്സ്റ്റൻഷൻസ് ആണ് ആദ്യം കളിക്കുന്നത്. സംഭവം കുറേ ആയി കാല് കളിച്ചിട്ട്, അതുകൊണ്ടാണ് പുറകെ നിന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമേ സ്ക്വാട്ട് ചെയ്യായിരുന്നത്, അതുകൊണ്ടാണ് ലാസ്റ്റ് സ്ക്വാട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നേരെ വന്ന് കയറി മെഷീനിൽ കളിക്കുമല്ല. ഇത് മൂന്നാമത്തെ സെറ്റ് മാത്രമേ ഞാൻ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത വർക്കൗട്ട് ഹാംസ്ട്രിങ് ആണ്. ഹാംസ്ട്രിങ് ഇത് മൂന്നാമത്തെ സെറ്റ് മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. 2 സെറ്റ് കളിച്ചതാണ്. മ്യൂസിക് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് മ്യൂസിക് ഉൾപ്പെടുത്താതെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ലെഗ് പ്രസ്സാണ് കേട്ടോ. ലെഗ് പ്രസ് അധികം വെയിറ്റ് കയറ്റിയിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് എടുത്തത് കൊണ്ട് ആണ് വെയിറ്റ് ഇത്ര ഇട്ടേക്കുന്നത്. ഇത് ഞാൻ മൂന്നാമത്തെ സെറ്റാണ്. ഇതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വർക്കൗട്ടായ സ്ക്വാട്ട്സാണ്. ഇതും മൂന്നാമത്തെ സെറ്റാണ് കേട്ടോ വീഡിയോയിലുള്ളത്. സംഭവം ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രീതിക്ക് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് റിട്ടേൺ ആണ് വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യമേ സ്ക്വാട്ട് ചെയ്യായിരുന്നത്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വരും വീഡിയോകളിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടുകൾ കൃത്യമായിട്ട് കാണിക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡംബൽ ഡെഡ് ലിഫ്റ്റ് ആണ്. അപ്പോൾ അതും മൂന്നാമത്തെ സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാഫ് റൈസാണ്. അതും മൂന്നാമത്തെ സെറ്റാണ് കേട്ടോ. ഇത് കാഫിന് നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. സംഭവം മസിൽ പിടിച്ചാണ് ഞാൻ നിർത്തിയത് കേട്ടോ. അപ്പോൾ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു. സ്ട്രെച്ച് ചെയ്യണം. ഫുൾ സ്ട്രെച്ച് ചെയ്യാനുള്ള ടൈമില്ല. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വേറെ കുറേ പരിപാടികളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സ്ട്രെച്ച് എല്ലാ വർക്കൗട്ട് ചെയ്തിട്ടും രാവിലെ സ്ട്രെച്ച് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടത്തില്ല. വർക്കിന് പോകുന്നതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ന് വർക്കില്ല. അതുകൊണ്ട് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് പോകാൻ ടൈമുണ്ട്. സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സ്ട്രെച്ച് ചെയ്തിട്ട് പോയാൽ നമുക്ക് അത് ഗുണമേ ഉള്ളൂ. ആപ്സ് സെറ്റാക്കണം. ഇപ്പോൾ ഈയിടെയായിട്ട് ഇത്തിരി വയറ് കുറച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി തൊട്ട് ആപ്സ് സെറ്റാക്കി വെച്ചിരിക്കണം. അതുമല്ല, ഇനി വരുന്ന മൂവിയിലേക്ക് നമുക്ക് ബോഡി സെറ്റായിട്ട് ഷർട്ട്ലെസ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബോഡി സെറ്റായിരിക്കണം. 6 പാക്കൊക്കെ സെറ്റാക്കി എടുക്കണം. പുറത്താണെങ്കിൽ മാരക മഴ പെയ്യാണ് കേട്ടോ. മാരക മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ പെയ്യാണ്. ഇപ്പോൾ ഉടനെ ഒന്നും എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. വർക്കൗട്ട് കഴിഞ്ഞു.
അതാ നോക്കി, ഭയങ്കര മഴ, അതിനൊത്ത കാറ്റും ഉണ്ട് കേട്ടോ. കുറേ നേരം ഇരുന്നു, മഴ തോരുന്ന ലക്ഷണം കാണുന്നില്ല. ഇപ്പം നനഞ്ഞുകൊണ്ട് പോവാം, ജാക്കറ്റുണ്ട്, അതിലങ്ങ് പോവാം. കിണറ്റിനടുത്ത് കുട്ടീനെ കൊണ്ടുവന്ന് കിടക്കുന്ന ഒരു ടീം. തോട്ടിൽ കുറച്ചുകൂടെ വെള്ളമായിട്ടുണ്ട് കേട്ടോ, കുറേ അഴുക്കുകളുണ്ട്. അഴുക്കും കൂടെയൊക്കെ പോയാൽ നമുക്ക് ഇറങ്ങി കുളിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, ആ മഴയുടെ കൊണ്ടാണ് ഇത്തിരി കൂടെ വെള്ളം കൂടി. പല്ലി വയ്ക്കാനായിട്ട് വന്നതാണ്, പല്ലി വെച്ചു. ഇന്ന് ഇത്തിരി പഴങ്കഞ്ഞി അടിക്കണം. പഴങ്കഞ്ഞി അടിച്ചിട്ട് കുറേ നാളായിട്ടാ. തുലയും കഞ്ഞി എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അമ്മ അടുക്കളയിലാണ്. അപ്പം ഇന്ന് പഴങ്കഞ്ഞി കഴിക്കാം. ഇവിടെ എന്തെങ്കിലും കരാട്ടെ കഴിഞ്ഞു. കുപ്പി പാൽ കുപ്പി കഴുകുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്തിനാണ്? ഞാൻ ഒരെണ്ണം പറഞ്ഞു, എന്നാലും നിങ്ങൾ പറഞ്ഞു. വാവ്, ഞണ്ട് കറി. തുറക്കാൻ പറ്റണില്ലല്ലോ ഇത്. ഇവിടെയാണ് ഇത് തുറന്നാണ് കാണിക്കട്ടെ. നിങ്ങളൊക്കെ തിന്നുന്നോണ്ട് ഞാൻ അവനെ പൊരിച്ചവനും കൊടുത്താൽ മതി. അപ്പൊ ഞണ്ട്, പൊരിച്ച മീൻ, തൈരുണ്ടോ അമ്മ? പിന്നേക്കൊരു പൊടി. ആ ശരിയായാലും മതി. എത്രയും പെട്ടെന്ന് ആവട്ടെ, എന്റെ ക്ഷമ നശിച്ച്. ഇത് സെറ്റാക്കി തരുമോ? വേറെ ടീമുകളെ കാണിച്ചു തരാം. അകത്തെന്തിനാണ് പരിപാടി എന്നറിയാൻ. ഹലോ ഉറക്കോ? ഇപ്പൊ ഞാൻ വെളിയിലോട്ട് പോയപ്പോ ഉണർന്നിരിക്കായിരുന്നല്ലേ. സൂല ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കല ശിവഗിരിയിൽ നമ്മുടെ രാഷ്ട്രപതി വരുവാണ് കേട്ടോ. സംഭവം ഞാൻ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ രാവിലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ പോയൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ മഴ ആയതുകൊണ്ടാണ്. നമുക്കിവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ശിവഗിരിയിലേക്ക്. അപ്പോൾ രാഷ്ട്രപതി വന്നിട്ട് പോകും. അത്ര അടുത്ത് വന്നിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ആവട്ടെ, എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അമ്മ എല്ലാം സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഇങ്ങനെയല്ല അമ്മ, ഒരു കൊച്ചു ഉരുളിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം കൂടെ ഇട്ട് ഞവിടി കുഴച്ച് അങ്ങനെ സെറ്റ് ചെയ്യാം. പോയി അകത്ത് പോയി. അച്ഛനും കൂടെ ഇത്തിരി തിരക്ക് പിടിച്ച പണിയിലാണ്. അത് പോയി കിടന്നുറങ്ങൂ. അപ്പോഴത്തേക്ക് വരാം. രുദ്ര, അത് കിടന്നുറങ്ങൂ. എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ചെല്ലു, അകത്തേക്ക് പോകൂ. പങ്കുവയ്ക്കില്ലേ. നീ ഞണ്ട് കഴിക്കില്ലായിരുന്നല്ല. ഇന്നാള് തന്നപ്പോ നീ ഞണ്ട് കഴിച്ചില്ലല്ലോ. ഇന്നും വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ട്. എന്തേടാ കൊണ്ടുവന്നത്? അവ നിക്കറിടാതെ പോണ്. അതിനെനിക്കിനി യൂട്യൂബിന് വാണെങ്കിൽ തരോ എന്തോ. ഞാൻ അവരുടെ അടുത്ത് പറയാം. ചേച്ചേ ആണ്ടേ, അവരെ നിക്കറെടുത്തിട്ടോട്. വീഡിയോയിൽ വന്നാൽ യൂട്യൂബ് എനിക്ക് വീണ്ടും വാണിങ് തരും. എന്തെങ്കിലും വാണിങ് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യൂട്യൂബ്. ഉറക്കിയിട്ട് അതെടുത്ത് തിന്നടി മഞ്ജു, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് തിന്നു. അപ്പൊ തുടങ്ങട്ടെ. ഇപ്പം ആദ്യം പുളിശ്ശേരിയിൽ കുറച്ച് അയലക്കറി. അമ്മ വങ്കടല്ലേ അമ്മ? ഇത് അയലക്കറി, പിന്നെ സുലേരത് കുറച്ച് ഞണ്ട് കറി, നമ്മൾ വീട്ടിലുള്ള ദിവസം പഴങ്കഞ്ഞി അടിക്കണം കേട്ടോ.
അടിപൊളി. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അത് തീർക്കട്ടെ. തീർത്തിട്ട് അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണെന്ന് ഒരു പ്ലാനും ഇല്ല, നോക്കാം. അപ്പം പണി കഴിഞ്ഞു ഗൈസ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് ഭയങ്കര മഴ. നല്ല രസമുണ്ട്. അയ്യോ വീഡിയോയിൽ മഴ കാണാൻ പറ്റുന്നില്ല. നല്ല മഴയാണേ. മഴയില്ലടി, പിന്നെ എന്തിനടി പെയ്യുന്നു? ഇപ്പോഴിത്തിരി ഉറങ്ങാന്ന് വെച്ചപ്പോഴത്തേക്ക് സമ്മതിക്കൂല. രാത്രി ഉറങ്ങൂല, പകലും ഉറങ്ങൂല. എന്തിനാണ് എന്തേലും ചെയ്യുന്നു ഇവിടെ? അവിടെ നോക്കിയപ്പോ ആള് നിൽക്കുന്നു. എന്തേലും ചെയ്യുന്നത് പാറേ? എന്തിനാണ് പരിപാടി? എന്തായാലും പിടിക്കല്ലേ? കണ്ട് 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 പുട്ട വെച്ച് വെച്ച പാത്രമാണ്. ലാസ്റ്റ് ഇരുന്ന പുട്ടി കണ്ടു. പുട്ടിൻ്റെ കൂടെ കറി എന്തിര്? ഉരുളക്കിഴങ്ങ്. എനിക്ക് ഉരുളക്കിഴങ്ങ് കറി തന്നില്ലേ? നിനക്ക് ഗ്യാസ്. ഞാൻ കല്ലൂൻ്റെ അടുത്ത് പോവേണം കേട്ടോ. പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പതുക്കെയൊക്കെ വരാം. അവരെ കണ്ടിട്ട് ആളുകൾ എന്തായാലും വിചാരിക്കും പുട്ട വെച്ച് വെച്ചിരുന്ന പാത്രത്തിൽ ലാസ്റ്റിൽ വന്ന എൻ്റെ പുട്ട്. ആള് പറയല്ലോ വലിയ പാത്രത്തിൽ പുട്ടി. ഇതാണ് പറ്റിയ പാത്രം. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമല്ലേ, കുറേ നാളായി. അപ്പോൾ നമ്മുടെ രുദ്രയുടെ നൂലുകെട്ട് ചടങ്ങിന് വന്നിട്ട് പോയതാണ് നമ്മുടെ അല്ലുവും കല്ലുമൊക്കെ. അല്ലൂനെയും കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനിപ്പം കല്ലൂനെയും കാണാനായിട്ട് അവരുടെ വീട്ടിലായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. സുലൈം കുഞ്ഞ് ഇവിടെ ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ അനിയത്തിയെയും കല്ലൂനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം.